SSLC കഴിഞ്ഞ് +1 എത്തിയപ്പോൾ പഠിക്കാനുള്ള മൂഡ് ഒന്ന് പോയി കിട്ടി. SSLCയിൽ എന്തായിരുന്നു, നല്ല കെയറിംഗ് ആണ്, ഫുൾ A+ മേടിക്കണം മക്കളെ, അങ്ങനെ നമ്മുടെ പുറകെ നടക്കാൻ ഒരുപാട് ആൾക്കാർ. എന്നാൽ +1 നമുക്കൊരു മൈൻഡും ഇല്ല, നമ്മളാകെ ലോൺലിനെസ് ഒക്കെ അനുഭവിച്ച് ഒറ്റക്കിരിപ്പാണ്. SSLCക്കൊക്കെ പഠിക്കാൻ എന്താ എളുപ്പം, സിലബസ് ഒക്കെ ഭയങ്കര എളുപ്പം, മലയാളത്തിലൊക്കെ പഠിച്ചാൽ മതി. എന്നാൽ +1 എത്തിയപ്പോഴോ ടെക്സ്റ്റ് ബുക്കൊക്കെ കുറച്ചും കൂടി ഇംഗ്ലീഷായി, കുറച്ചും കൂടി കടുകട്ടി പോലെ തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. ഒന്നാമത്തെ പ്രശ്നം പറഞ്ഞല്ലേ, പഠിക്കാനുള്ള മൂടങ്ങ് പോയി. എടാ, എന്തുകൊണ്ടാണ് പഠിക്കാനായിട്ട് മൂടങ്ങ് കിട്ടാത്തതെന്നറിയോ? നിങ്ങൾക്ക് അതിനേക്കാൾ സന്തോഷം തരുന്ന, അതിനേക്കാൾ ഡോപ്പമിൻ തരുന്ന മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഫോണിൽ കളിക്കുമ്പോൾ അല്ലേ. അതിൻ്റെ ഒരു പ്രശ്നം എന്താ, നമ്മൾ ഫോണിൽ കളിക്കുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ സന്തോഷം നമുക്ക് കിട്ടുന്നു. എന്നാൽ പഠിക്കുമ്പോഴോ, പഠിച്ചു കഴിഞ്ഞാൽ സാറേ എക്സാം ഒക്കെ എഴുതി റിസൾട്ട് വരുമ്പോൾ ഒരു സന്തോഷം കിട്ടും. പക്ഷെ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യുന്നതിന്റെ റിസൾട്ട് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. എടാ, ഒരു സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് അപ്പക്കത്തും, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതെന്താ, ഇന്ന് പഠിച്ചാൽ റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കണം. ഇതാണ് പ്രശ്നം, ഇൻസ്റ്റന്റ് പ്ലസ് കിട്ടാത്ത പ്രശ്നം. അപ്പൊ നമുക്ക് എങ്ങനെ പരിഹരിക്കാം സാർ? എടാ, നമുക്ക് എന്ത് ചെയ്യാം, ഇന്നൊരു മണിക്കൂർ പഠിച്ചാൽ എനിക്ക് സ്വയം ഒരു റിവാർഡ് അങ്ങ് പ്രഖ്യാപിക്കുക. ഓക്കെ, ഇന്നൊരു മണിക്കൂർ പഠിക്കുന്നേ, അത് കഴിഞ്ഞ് എനിക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു പ്ലഷർ അങ്ങ് കൊടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈ ഫോണിൽ കളിക്കുന്ന സന്തോഷം ഇപ്പുറത്തും കിട്ടും. എന്നാലും സാറേ, എനിക്ക് ഫോണിൽ കളിക്കുന്ന സന്തോഷം എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി ഫോണ് ഒരു മണിക്കൂർ വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. അതിനെ നോൺ ഡിസ്ട്രാക്ഷൻ സോണിലേക്ക്, അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തൊരു മുറി കൊണ്ടുവെക്കാം, ഇല്ലെങ്കിൽ അമ്മയോ അച്ഛനെയോ വെപ്പിക്കാം, എന്നിട്ട് വന്ന് പഠിക്കാം. ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ആ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ഡോപ്പമിനെ പഠിക്കുമ്പോൾ കിട്ടുന്ന രീതിയിലോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പഠിക്കാനുള്ള മൂഡ് തിരിച്ചു വരുള്ളൂ. അപ്പൊ ആ പ്രശ്നം എന്ത് ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് പരിഹരിക്കാം. ഇനി അടുത്ത പ്രശ്നം എന്താ സാറേ, വല്ലാത്ത ഒറ്റപ്പെടലോ, ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മുടെ വലിയ കുട്ടികളായി പോയി എന്ന വിചാരം. എടാ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഞങ്ങൾ നന്നായിട്ട് മൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കടാ. നിങ്ങൾക്ക് കമ്പനി, കൂട്ടുകാർ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം 2 അല്ലെങ്കിൽ അതിൽ കൂടുതലാകാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിരുന്ന് പഠിക്കുമ്പോൾ, എന്തെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ, എടാ നീ ഇന്ന് പഠിക്കുകയാണോ, ഇവിടെ നമ്മൾ ആ രീതിയിൽ സംസാരിച്ച് നിങ്ങളുടെ ഉള്ള മോട്ടിവേഷൻ കളയുന്ന ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട. എടാ, 1 or 2 ഉണ്ടെങ്കിൽ മതി, അത് മതി നമുക്ക്. നമ്മൾ പഠിക്കുന്ന സമയത്ത് അയ്യോ അവന് ശല്യമാവും, ഞാനിപ്പോൾ ഒച്ചത്തിൽ സംസാരിച്ചാൽ പഠിക്കുന്നതൊക്കെ ശല്യമാകും എന്ന് ചിന്തിക്കുന്ന, നിങ്ങളുടെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന 1-2 പേരുണ്ടെങ്കിൽ അവർ മതിയടാ നിങ്ങൾക്ക്. ഇനി അങ്ങനത്തെ ആൾക്കാരില്ലെങ്കിൽ ഫ്രണ്ട്സ് ഇല്ലാത്തതാ നല്ലത്. ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ തന്നെ NSS, NCC തുടങ്ങിയ എന്തുണ്ടാകും, ക്ലബ്ബുകൾ, അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഒന്ന് ആക്റ്റീവ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒറ്റപ്പെടലൊക്കെ മാറിക്കിട്ടും. അപ്പൊ ആ പ്രോബ്ലത്തിനും അവിടെ പരിഹാരം കിട്ടും. ഇനി നിങ്ങൾ പറയാ, സിലബസിന്റെ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടോ? എടാ, ചിന്തിക്ക്, 10ാം ക്ലാസ് വരെയുള്ള സാധനം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുക, അയ്യോ എന്തൊരു എളുപ്പല്ലേ, ഇപ്പൊ പഠിച്ച ഞാനങ്ങ് മറക്കുമായിരുന്നു, അയ്യോ അത് കുറച്ചും കൂടി പഠിക്കായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 എത്തുമ്പോൾ ചിന്തിക്കും +1 എന്തൊരു എളുപ്പമായിരുന്നു, ഡിഗ്രിയിലെത്തുമ്പോൾ ചിന്തിക്കും +2 എന്തൊരു എളുപ്പമായിരുന്നു. അതൊരു നാച്ചുറലായിട്ട് നടക്കുന്നതാ. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ അത് എളുപ്പമാവുന്ന വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പ്രസന്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ്. അത് തിരിച്ചറിയാൻ ലേറ്റ് ആവുന്നതേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ നിങ്ങൾ പ്രസന്റിൽ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങൾ വിചാരിച്ചാൽ എളുപ്പമാക്കാവുന്നതാണ്. ഓക്കെ, തിരിച്ചറിയാൻ ലേറ്റ് ആവാതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. +1 എളുപ്പമാണ്, ഒരു സംശയവും വേണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്, 10ലൊക്കെ ലാംഗ്വേജ് സാറേ കുറേയൊക്കെ മലയാളത്തിൽ എഴുതിയാൽ മതിയായിരുന്നു, ഇവിടെ ചിലപ്പോൾ കുറേയൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറി എന്നൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, അത് എങ്ങനെ വരും, പ്രാക്ടീസിലൂടെ മാറിക്കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി എന്ത് ചെയ്യുക, കുറച്ച് ആൻസർ ഒക്കെ എഴുതി പഠിക്കാം, കുറച്ചൊക്കെ എന്ത് ചെയ്യുക, ടെക്സ്റ്റൊക്കെ ഒച്ചത്തിൽ വായിച്ച് പഠിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇപ്പം ഞാനും 10ാം ക്ലാസ്സൊക്കെ പഠിച്ച് +1 കയറിയപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അതിനോടങ്ങ് അഡ്ജസ്റ്റ് ആകും. അല്ലെങ്കിൽ 6-7 മാസം കുറച്ചും കൂടി സമയം എടുക്കുമായിരിക്കും, പക്ഷെ അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. നമ്മളങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ പരിഹരിക്കുക. അല്ലാതെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു പ്രശ്നവും നിങ്ങളുടെ മുമ്പിലില്ല. നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.